കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ലേൺവൈസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BAPC എന്ന് പറയുന്ന പ്രോഗ്രാമിലുള്ള സെക്കൻഡ് ഇയറിലുള്ള BPCC 105 അഥവാ സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പേപ്പറിന്റെ മുന്നേ വന്നിരിക്കുന്ന കുറെ അധികം ക്വസ്റ്റ്യൻസ് അഥവാ 2025 ജൂണിലേക്ക് വേണ്ടിയിട്ടുള്ള കുറെ മുന്നേ വന്നിട്ടുള്ള പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണിത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം ഒരു സിലബസ് മാപ്പിംഗ്, അതായത് BPCC 105 എന്ന് പറയുന്ന പേപ്പറിന്റെ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് നമ്മൾ പാസ്റ്റ് എക്സാം റിലവൻസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അതിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ, എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയുള്ള രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു സ്ട്രക്ചർ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നീട് വരുന്നത് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, കുറെ അധികം റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതും കൂടി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. പിന്നെ അതിനനുസരിച്ചിട്ട് ടോപ്പിക് പ്രോബബിലിറ്റി, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള ഒരു പ്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പറും നമ്മൾ നോക്കുന്നുണ്ടാകും. ആൻഡ് മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീം, ഏത് രീതിയിലാണ് മാർക്ക് ഉണ്ടാവുന്നത്, മാർക്ക് ഇടുന്നത് ഏത് രീതിയിൽ നമ്മൾ എഴുതാൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. സോ ഇതിന്റെ മെത്തഡോളജി എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പേഴ്സിന്റെ ഒരു ആ ഒരു ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളിത് എൻഡ് വരെ ഈ വീഡിയോ കാണണം, എന്നാലും നമുക്ക് ലാസ്റ്റുള്ള ആ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് വെച്ച് നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് ഒരു കോൺഫിഡൻസോട് കൂടി ഈ വരുന്ന ജൂൺ 2025 എക്സാമിനെ നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് സിലബസ് മാപ്പിംഗ്, അതായത് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് നമുക്ക് എക്സാമിന് റിലവന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ബ്ലോക്ക് 1 ആണ് നമ്മൾ നോക്കുന്നത്. ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ അതിലൊരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിലാണ് വരുന്നത് അല്ലെ. ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ യൂണിറ്റ് 1ലുള്ള കാര്യങ്ങൾ, അതായത് ഡെഫിനിഷൻ, ഗോൾസ്, റിസർച്ചിന്റെ ഒരു ഡെഫിനിഷൻ, ഗോൾസ്, സ്റ്റെപ്പുകൾ, എത്തിക്സ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്നത്. അതിന്റെ അപ്പിയറൻസ്, അതായത് എത്ര പ്രാവശ്യം അത് വന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടൈം അത് വന്നിട്ടുള്ളത് 5 ആണ്. സോ അതിന്റെ ഒരു റിലവൻസ് എന്ന് പറയുന്നത് ഈ അടുത്ത ജൂൺ 25 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരേണ്ട ഒരു ചാൻസ് എന്ന് പറയുന്നത് മീഡിയം റിലവൻസ് ആണ്. ആ രീതിക്കാണ് നമ്മൾ ഈ ഒരു ടേബിൾ നോക്കുന്നുണ്ടാവുക. സോ ബ്ലോക്ക് 1 സെക്കൻഡ് വരുന്നത് പ്രോബ്ലം, ഹൈപ്പോത്തസിസ്, ടെസ്റ്റിംഗ് എന്നുള്ള ഭാഗങ്ങളിൽ നിന്നും നമ്പർ ഓഫ് ടൈംസ് അപ്പിയറൻസ് 6 ആണ്. അത് മീഡിയം റിലവൻസ് ആണ്. ബ്ലോക്ക് 1 തേർഡ് യൂണിറ്റിൽ കൺസ്ട്രക്ട്സ്, വാരിയബിൾസ് എന്നുള്ള രീതിയിലൊക്കെ വരുന്നത്. എന്താണ് കൺസ്ട്രക്ട്സ്, ഏതൊക്കെ തരത്തിലുള്ള വാരിയബിൾസ് ഉണ്ട് എന്നുള്ളതൊക്കെ. നമ്പർ ഓഫ് അപ്പിയറൻസ് 5 ആണ്. അതിന്റെ റിലവൻസ് ആണെങ്കിൽ മീഡിയം ആണ്. ഓക്കെ, ബ്ലോക്ക് 2 ആകുന്ന സമയത്ത് അതിലെ റിസർച്ച് ഡിസൈൻസ്, യൂണിറ്റ് 4ലുള്ള റിസർച്ച് ഡിസൈൻസ് ഏതൊക്കെയാണ്, അതൊക്കെ മീഡിയം റിലവൻസ് ആണ്. പക്ഷെ നമ്പർ ഓഫ് അപ്പിയറൻസ് എന്ന് പറയുന്നത് 7 ആണ്. ദെൻ ബ്ലോക്ക് 2 ഫിഫ്ത്ത് യൂണിറ്റിൽ വരുന്ന സമയത്ത് നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണ് എന്നുള്ളതൊക്കെ ഹൈ റിലവൻസ് ആണ്. 8 പ്രാവശ്യം മുന്നേ വന്നിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 3 സമയത്ത് പോപ്പുലേഷൻ, ഏതൊക്കെ രീതിയിലുള്ള പോപ്പുലേഷൻ ആണുള്ളത്, നോൺ പ്രോബബിൾ സാമ്പിളിംഗ് കൺസെപ്റ്റ്സ്,
പോപ്പുലേഷൻ എന്താണ്, സാമ്പിളിംഗ് എന്താണ്, ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എന്താണ് എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ആ ബ്ലോക്ക് 3 യൂണിറ്റ് 6 പഠിക്കുന്നുണ്ട്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്, 6 ആണ് നമ്പർ ഓഫ് അപ്പിയറൻസ്. ദെൻ ബ്ലോക്ക് 3 സാമ്പിളിംഗ് ടെക്നിക്സ് പല രീതിക്കുള്ള സാമ്പിളിംഗ് ടെക്നിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നമ്പർ ഓഫ് അപ്പിയറൻസ് 6 ആണ്, റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം. ബ്ലോക്ക് 4 വരികയാണെങ്കിലോ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ആണ്. ഡാറ്റ കളക്ഷൻ മെത്തേഡ്സിൽ 6 ആണ് നമ്പർ ഓഫ് അപ്പിയറൻസ്, അത് മീഡിയം കാറ്റഗറി, മീഡിയം റിലവൻസ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ ബ്ലോക്ക് 4 എന്ന് പറയുന്നത്, ബ്ലോക്ക് 4 ടെസ്റ്റ് കൺസ്ട്രക്ഷൻ, വാലിഡിറ്റി, റിലയബിലിറ്റി ഈ വക കാര്യങ്ങളൊക്കെ 4 ആണ് നമ്പർ ഓഫ് അപ്പിയറൻസ്. അത് ലോ റിലവൻസ് ആണ് വരുന്നത്. പഠിക്കേണ്ടെന്നല്ല, അത് ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാം, റിലയബിലിറ്റി വാലിഡിറ്റി മാത്രമൊക്കെ ആയിട്ട്. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗ് ഒക്കെയാണ്. ആ റിപ്പോർട്ട് റൈറ്റിംഗിന് ലോ ആണ് നമ്പർ ഓഫ് റിലവൻസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് അപ്പിയറൻസ് 2 ആണ്. അപ്പൊ ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ലോ റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്സ് ഇങ്ങനെ ബ്ലോക്ക് 4 ടോപ്പിക്സ് ആണ്. ഓക്കെ, സ്കോറിംഗ് റൂൾ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, 10-ലധികം വന്നിട്ടുണ്ടെങ്കിൽ അത് 10 അല്ലെങ്കിൽ അതിലധികം ഹൈ ആണ്. മീഡിയം 5 to 9 അപ്പിയറൻസ് ആണ്. ലോ എന്ന് പറയുന്നത് ലെസ് ദാൻ 5 അപ്പിയറൻസ് ആണ്. സോ അതിന്റെ ഒരു ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിലായിട്ട് വന്നതിനെ ബാർ ചാർട്ടായിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ ഇതിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ആണ് ഫ്രീക്വന്റ്ലി ചോദിച്ചിരിക്കുന്നത് എക്സാമിന്. അപ്പൊ നമ്മൾ റിവിഷനിൽ ഏറ്റവും കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്, നമുക്കിപ്പോ കുറച്ച് സമയമേ ഉള്ളൂ, കുറെ അധികം പഠിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും പോർഷൻസ് ഫോക്കസ് ചെയ്യേണ്ടത് ബ്ലോക്ക് 1 and 2 ആണ്. അതിന്റെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇത് കേട്ടോ. അതില് ഡാർക്കർ ഷെയ്ഡിൽ വരുന്നുണ്ട്, ലൈറ്റ് ഷെയ്ഡിലും വരുന്നുണ്ട്. സോ അതിൽ ബ്ലോക്ക് 1 5 6 5 എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. യൂണിറ്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്, ബ്ലോക്സ് ആണ് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡാർക്ക് ഫ്രീക്വൻസി ആണ് കൂടുതലായിട്ടും വന്നത് കാണിക്കുന്നത്. ഡാർക്ക് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അതിപ്പോ 8 കണ്ടില്ലേ, അതുപോലെ ആ രീതിക്ക് വരുന്നത്. സോ ഇതില് മെയിൻ ആയിട്ട് അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് 2, അതായത് യൂണിറ്റ് 5 യൂണിറ്റ് 2 എന്താണ് കുറച്ചുകൂടി എന്താ ഹോട്ട്സ്പോട്ട്, അത് കൂടുതലായിട്ട് വരുന്ന ഭാഗങ്ങളാണ് യൂണിറ്റ് 2 യൂണിറ്റ് 5. ഓക്കെ, ഇനി കീ ഇൻസൈറ്റ്സ്, അതായത് നമ്മൾ ഈ ഒരു ഇത്ര നേരം ടേബിളിലൊക്കെ നോക്കി ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത്, അതിൽ ഹൈ ഈൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് പറയുന്നത്. അതിൽ ഒന്ന് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. അത് നമ്മൾ ബ്ലോക്ക് 2 യൂണിറ്റ് 5 നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റ് 5 ഡാർക്ക് ഏരിയ കണ്ടത് നമ്മൾ കണ്ടല്ലോ. അതുപോലെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് കൂടുതലായിട്ടും എക്സാമിനേഷന് ചോദിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ ടൈപ്പ്, ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ടൈപ്പ്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ കാര്യങ്ങൾ, കൺസെപ്റ്റുകളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് പ്രോബ്ലം ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ഈ ബ്ലോക്ക് 1 യൂണിറ്റ് 2. അത് എക്സാമിന് കൂടുതലായിട്ടും ചോദിച്ചിട്ടുണ്ട്, തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സാമ്പിളിംഗ് ടെക്നിക്സ് അത് യൂണിറ്റ് 7 വിച്ച് ഇസ് ബ്ലോക്ക് 3. അതും കൂടുതലായിട്ട് റെഗുലർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സ് എന്നുള്ള രീതിയിൽ ഫുൾ ലെങ്ത് എക്സ്പ്ലനേഷൻ, അതായത് കൂടുതൽ എസ്സേ വലിയ മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട് സെക്ഷൻ എയിൽ. ഇനി ഇതിന്റെ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10 മാർക്കിനാണ് വരിക. അതൊരു വേർഡ് കൗണ്ട് എക്സ്പെക്ടേഷൻ 300 വേർഡ്സ് ആണ്, അപ്രോക്സിമേറ്റ് 300 വേർഡ്സ് ആണ് വരിക. അപ്പൊ നമ്മളൊരു പെർ പേപ്പർ എന്ന് പറയുന്നത് 3 to 4 എന്നുള്ള രീതിയിൽ ഓക്കെ പേപ്പേഴ്സിന്റെ ഫ്രീക്വൻസി വരുന്ന. ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ 5 മാർക്കാണ് അത് വരുന്നത്, അപ്രോക്സിമേറ്റ് 120 to 150 വേർഡ്സ്. നമ്മൾ എഴുതുന്നതിനനുസരിച്ച്, കൈയക്ഷരം അനുസരിച്ച് നമ്മുടെ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഓക്കെ, ഡെഫിനിഷൻ ഡിസ്റ്റിങ്ഷൻ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അത് 5 മാർക്ക്, അതും അങ്ങനെ തന്നെ ഡെഫിനിഷൻ മാത്രമായിട്ട് ചോദിക്കും. അത് കുറച്ച് എഴുതുന്നുണ്ട്, 100 and 120 വേർഡ്സ് എന്നുള്ള രീതിയിൽ. ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യനും ഇതുപോലെ എസ്സേ ടൈപ്പ് പോലെ 10 മാർക്ക് റേഞ്ചിന് വരുന്നതാണ്. പക്ഷെ അത് റെയർ ആണ് കേട്ടോ, അധികം ചോദിച്ചു കാണാത്തതാണ് 300. പിന്നെ ന്യൂമറിക്കൽ MCQ അത് നമുക്കില്ല, നമ്മൾ ഈ ഒരു പേപ്പറിൽ ന്യൂമറിക്കൽ ഇല്ല, അതുകൊണ്ട് തന്നെ അത് പ്രസന്റ് അല്ല. ഓക്കെ, നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള
ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA എല്ലാം നേടാം. ഇഗ്നു നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്ക്രിപ്റ്റീവ് ആണ്. നമുക്ക് എസ്സേ ടൈപ്പ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിന്റെ നമ്പർ ഓഫ് വേർഡ്സ് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. അതിൽ ടോപ്പ് 4 എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, റിട്ടൺ എന്താ പറയാ 10 മാർക്സ് ഓരോ ക്വസ്റ്റ്യനും 300 വേർഡ്സ് ആണ് വരുന്നത്. പേപ്പർ ഇത്ര എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരോ ആൾക്കാരുടെ ഹാൻഡ് റൈറ്റിംഗ് പോലെ ഇരിക്കും. നമ്മളൊരു ഫസ്റ്റ് എക്സാമിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ധാരണ കിട്ടും അല്ലേ, നമ്മൾ എത്ര എഴുതുന്നുണ്ട് എന്നുള്ളത് ഒരു പേപ്പറിൽ. ഓക്കെ, അത് രണ്ടും പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്, തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് രണ്ട് രീതിയിലും ചോദിക്കുന്നുണ്ട്. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ എക്സ്പ്ലനേഷൻ, സബ് ടോപ്പിക്സ്, ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ സാമ്പിളിംഗ് ടെക്നിക്സിന്റെ അണ്ടറിൽ വരുന്നത്, പിന്നെ എന്താ പ്രോബബിലിറ്റിന്റെ അണ്ടറിൽ വരുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്ന സബ് ടോപ്പിക്സ് ആണ് അത് ചോദിക്കുന്നത്. 5 മാർക്സിനാണ് ചോദിക്കുന്നത്, 120, 150 വേർഡ്സ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഡെഫിനിഷൻ, ഡിസ്റ്റിങ്ഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ എന്നുള്ള രീതിയിൽ, അങ്ങനെ കമ്പയർ എന്നുള്ള രീതിയിലൊക്കെ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. 5 മാർക്സിനാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100, 120 അപ്രോക്സിമേറ്റ്ലി ആണ് അതിന്റെ വേർഡ് കൗണ്ട് എന്നുള്ളത്. ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി റെയർ ആണ്, എന്നാൽ അതൊരു ഒരു സെനറിയോ തന്നിട്ട് അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, വിത്ത് എക്സാമ്പിൾസ് ഇല്യൂസ്ട്രേറ്റ് ചെയ്യാൻ പറയാം, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് വരുന്നത്. 10 മാർക്സ് ആണ് അതിന്റെയും 300 വേർഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം. ദെൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ, ഇതിപ്പം ഓരോ ബ്ലോക്കിലും ആവറേജ് മാർക്ക് ഒരു പേപ്പർ ഔട്ട് ഓഫ് 100ൽ ചോദിച്ചിരിക്കുന്നത് എത്രയാണെന്നുള്ളതാണ് നോക്കുന്നത്. അതുപോലെ തന്നെ എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് പെർസെൻറ്റേജിലും നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ ബ്ലോക്ക് 1നാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ആവറേജ് മാർക്സ് 28, അതുപോലെ തന്നെ 28%, 100 മാർക്കിലാകുന്ന സമയത്ത് അല്ലെ. ബ്ലോക്ക് 2 ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൽ 27, വിച്ച് ഇസ് 27% തന്നെ. ദെൻ ബ്ലോക്ക് 3 സാമ്പിളിങ്ങിനാണെങ്കിൽ 22 ആണ് അതിന്റെ ആവറേജ് മാർക്സ്. ബ്ലോക്ക് 4 ഡാറ്റ കളക്ഷൻ, ടെസ്റ്റ് കൺസ്ട്രക്ഷൻ, റിപ്പോർട്ട്, ഇത് 23% ആണ്. ഇത് എന്ന് പറയുന്നത് ലാസ്റ്റ് ജൂൺ 23 ടു ഡിസംബർ 24 വരെയുള്ള എക്സാമിൽ നിന്ന് എടുത്തിരിക്കുന്ന ഡാറ്റ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇത് വരുന്നത്, പെർസെൻറ്റേജും നമ്മളുടെ ആ ഒരു സെഷൻ എന്നുള്ള രീതിയിൽ. ഇതിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഷോർട്ട് നോട്ട്സ് എന്നുള്ള രീതിയിൽ മാർക്കിംഗ് കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതിന്റെ വിഷ്വൽ എക്സ്പ്ലനേഷന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് കാണിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സ്ലോലി ഡിക്ലൈനിങ് ചെയ്യുന്നത് ഈ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഇതാണ്. പിന്നെ ഷോർട്ട് നോട്ട്സിൻ്റെതും പിന്നെ ഡെഫിനിഷൻ, ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത്. പക്ഷെ ആപ്ലിക്കേഷൻ ബേസ്ഡ് അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നില്ല, ഉണ്ട് പക്ഷെ അധികം വരുന്നില്ല എന്നുള്ള രീതിക്ക്. പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് 34% നിന്നും 38% എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട്. ഓക്കെ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും റിലേറ്റീവ്ലി അതിൽ നിന്ന് വരുന്നത് ചാൻസ് കുറവാണ്. ദെൻ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അത്രയും പ്രസന്റ് ആയിട്ടും വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ്, നമ്മൾ ഓരോരുത്തരുടെയും പ്രിപ്പറേഷൻ വ്യത്യസ്തമായിരിക്കും എന്ത് തന്നെ ആയാലും. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ ഏതൊക്കെ ടോപ്പിക്സ് എത്ര ടൈം പഠിക്കണം എന്നുള്ളത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറയാണ്. ഇതിപ്പോ നമുക്ക് എല്ലാം ഒന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും പറ്റുന്ന രീതിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറെയൊക്കെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് എത്രയൊക്കെ കുറച്ച് സമയം നമ്മൾ മുമ്പിലുള്ളെങ്കിൽ അതെങ്ങനെ മാക്സിമം എന്താ പറയാ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാനാണ്. സോ ടൈം ഇവിടെ കൊടുത്തിരിക്കുന്ന എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 40% മാർക്സ് ആണ് വരുന്നത്. അപ്പൊ അതിൽ 40 മിനിറ്റ്സ് ഓരോന്നിനും എന്താണ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, സ്ട്രക്ചേർഡ് ആൻസേഴ്സ്, അതിന്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് എന്നുള്ള രീതിയിലൊക്കെ വരുന്നതായതുകൊണ്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഷോർട്ട് നോട്ട്സ് ആണെങ്കിലോ
12 to 14 മിനിറ്റ്സ് ഓരോന്നിനും അല്ലേ. 5 മാർക്സ് ആണ്, 6 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ ഡെഫിനിഷൻ ഡിസ്റ്റിങ്ഷൻ മാർക്ക് എന്ന് പറയുന്നത് ഇത് 5 മാർക്സ് അല്ല, 5 മാർക്സ് തന്നെ, അത് 3 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഒരു 8-10 മിനിറ്റ്സ് അതിനൊരു സ്പെൻഡ് ചെയ്താൽ മതിയാകും. പിന്നെ അപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്ക് 10 മാർക്കിന് തന്നെയാണ് വരുന്നത്. അത് 12 to 15 മിനിറ്റ്സ് ആണ് അതിനൊരു അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് റിവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫൈനൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു 10-15 മിനിറ്റ് ആ രീതിക്ക് നമുക്ക് ടൈം അലോക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് 10 ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് ബ്ലോക്ക് 1 വരുന്നത്, അത് അപ്പിയറൻസ് കൗണ്ട് 7 ആണ്, കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്, അതും ബ്ലോക്ക് 1 വരുന്നത് തന്നെയാണ്. അപ്പിയറൻസ് കൗണ്ട് 6 ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എക്സ്പെരിമെന്റൽ ആൻഡ് നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻസ്, അത് എക്സ്പീരിയൻസ് 6 ആണ്. ഡിസ്ക്രൈബ് ദ വാരിയസ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്സ്, അത് 6 ആണ് അതിന്റെ ഒരു അപ്പിയറൻസ് കൗണ്ട് വരുന്നത്. പിന്നീട് വരുന്നത് ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാരിയബിൾസ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്, അത് അപ്പിയറൻസ് കൗണ്ട് 5 ആണ്. ഡിസ്കസ് ദ സ്ട്രെങ്ത് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ ആണ്, അത് 5 ആണ് അപ്പിയറൻസ് കൗണ്ട്. പിന്നെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷനും ചോദിച്ചിട്ടുണ്ട്, അപ്പിയറൻസ് കൗണ്ട് 5 ആണ്. ഈ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ഡിഫറൻസ് ചോദിച്ചിട്ടും ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഷോർട്ട് നോട്ട്സിൽ വരുന്ന സമയത്ത് ഇറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്നുള്ളത് 5 ആണ് അതിന്റെ ഒരു അപ്പിയറൻസ് കൗണ്ട്. എറേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, എറർ എന്തായാലും ചോദിക്കുന്നതാണ്, ഇപ്പം 3 മാർക്കിനൊക്കെ ചോദിച്ചു കാണാം, അതായത് ഷോർട്ട് നോട്ട്സ് ആയിട്ട് ചോദിക്കാം. പിന്നെ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്, അപ്പിയറൻസ് കൗണ്ട് 5 ആണ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് എ റിസർച്ച് പ്രോബ്ലം ആൻഡ് ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്, വിച്ച് ഇസ് അപ്പിയറൻസ് കൗണ്ട് 4. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ടേബിൾ എന്നുള്ള രീതിയിൽ, ഫ്രീക്വൻസി ടേബിൾ എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പിയറൻസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു ആവറേജ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് അതിന്റെ ബ്ലോക്കും യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അല്ലേ. ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ച് നോക്കി പോകാം. അപ്പിയറൻസ് 7 ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്സ് വരാം, അത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്, അതിന്റെ അപ്പിയറൻസ് 6 ആണ് അല്ലെ. എക്സ്പെരിമെന്റൽ വേഴ്സസ് നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് ബ്ലോക്ക് 2 ആണ് യൂണിറ്റ് 4, അതിൽ 6 അപ്പിയറൻസ് ആണ് വന്നിട്ടുള്ളത്. ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്സ് ബ്ലോക്ക് 3 യൂണിറ്റ് 7, 6 ആണ് അതിന്റെ അപ്പിയറൻസ് വരുന്നത്. ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാരിയബിൾസ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 അല്ലെ, അപ്പിയറൻസ് 5 ആണ്. സ്ട്രെങ്ത് ലിമിറ്റേഷൻസും ക്വാണ്ടിറ്റേറ്റീവ് ഡിസൈൻസിന്റെ സ്ട്രെങ്തും ലിമിറ്റേഷൻസും ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 4 ആണ് ബ്ലോക്ക് 2 അപ്പിയറൻസ് 5 ആണ്. നമുക്കിത് നമ്മൾ ഈ ഡോക്യുമെന്റ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ നോട്ട് ഉണ്ടാക്കി വെച്ചതാണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ബ്ലോക്ക് എടുക്കുക, യൂണിറ്റ് എടുക്കുക, മറിച്ച് നോക്കുക, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോവുക. പിന്നെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ബ്ലോക്ക് 4 യൂണിറ്റ് 8. എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ യൂണിറ്റ് 2 ആണ് അല്ലെ, ഫസ്റ്റ് ബ്ലോക്കിലുള്ളതാണ്. 5 ആണ് ഇതിന്റെയൊക്കെ അപ്പിയറൻസ് വരുന്നത്. വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഓൾസോ ബ്ലോക്ക് 4 യൂണിറ്റ് 9. പിന്നെ ഐഡന്റിഫൈ റിസർച്ച് പ്രോബ്ലം ആൻഡ് ഹൈപ്പോത്തസിസ്, അതും ഫസ്റ്റ് ബ്ലോക്കിലുള്ളതാണ് അല്ലെ, യൂണിറ്റ് 2. അതിന്റെ ഒരു നമ്പർ ഓഫ് അപ്പിയറൻസ് വരുന്നത് 4 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഏത് രീതിക്ക് അഡ്വൈസ് പാനൽ എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. ഓരോ ക്വസ്റ്റ്യനും ഇപ്പം ഔട്ട്ലൈനിങ് നോക്കുകയാണ്, പ്രാക്ടിക്കലി എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഓരോ ക്വസ്റ്റ്യനും 5 മിനിറ്റ്സ് മേക്കിംഗ് എ ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ, പിന്നീട് അതിന് മൊത്തത്തിൽ ആൻസർ ചെയ്യുക. ഒരു 12 മിനിറ്റ്സ് എടുത്തിട്ട് നമ്മൾ മൊത്തത്തിൽ ആദ്യം തന്നെ നമുക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ കീ പോയിന്റുകൾ ഉണ്ടാകും. ഒരു ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഫീച്ചേഴ്സ്, സബ് ടോപ്പിക്സ് ഒക്കെ നമുക്ക് അറിയുന്നുണ്ട്, നമ്മൾ മൈൻഡിൽ ഇങ്ങനെ വന്നോളൂ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്. ഓക്കെ, അപ്പൊ അത് എഴുതി വെക്കുക, ആ രീതിയിൽ നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുക, എന്നിട്ട് നമ്മൾ എഴുതാൻ ശ്രമിക്കും. പിന്നീട് ആ ഒരു മോഡൽ ആൻസേഴ്സിനെ നമ്മളൊന്ന് റിവൈസ് ചെയ്യാം. വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാം എന്നുള്ള രീതിയിൽ, ഒരു ഡെമോ എക്സാം, നമ്മൾ മോഡൽ എക്സാം എഴുതിയ ആൾക്കാരാണ്, അപ്പോൾ ഒരു ഡെമോ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഒന്നുകൂടി എഴുതാം.
ടൈമൊക്കെ വെച്ചിട്ട് പേപ്പറൊക്കെ ഉണ്ടായി നല്ല പുതിയ പെന്നൊക്കെ എടുത്തിട്ട് എന്താ ചെയ്യുക, എക്സാമിന് ഇരിക്കുന്ന പോലെ തന്നെ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് എക്സാം എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. എന്നിട്ട് നമുക്ക് സെൽഫ് ഇവാലുവേറ്റ് നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ടോപ്പിക്സ് വിട്ടുപോയിട്ടുണ്ടോ, ആ ഒരു രീതിക്ക് എഴുതിയിട്ടുണ്ടോ, വേർഡ് കൗണ്ട് ഓക്കെ ആണോ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് അനലൈസ് സെൽഫ് ഇവാലുവേറ്റും ചെയ്യാം. നിങ്ങൾ ഇഗ്നോർ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോറിൽ നിന്നൊരു ഡിഗ്രിയോ പി ജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് 54% ആണ് അല്ലെ, റിപ്പീറ്റ് ചെയ്ത് വന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 46% ആണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ 54% ഓഫ് ഓൾ മേജർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ് ഫ്രം ജസ്റ്റ് ദീസ് ടോപ്പ് 10 ക്വസ്റ്റ്യൻ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പ് 10 ക്വസ്റ്റ്യൻസിൽ നിന്നും റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഫോക്കസ്ഡ് റിവിഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സ്ട്രോങ് കവറേജ് ആണ്. നമ്മൾ എഫിഷ്യന്റ് പ്രിപ്പറേഷൻ ആയിരിക്കും, നമ്മളൊരു സ്മാർട്ട് വർക്ക് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് എല്ലാം പഠിച്ചു തീർക്കാനുള്ള ഒരു സമയം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്മാർട്ട് വർക്ക് എന്നുള്ള രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇപ്പൊ പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് നോക്കുകയാണെങ്കിലോ, ഇതില് പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ ഏതൊക്കെ വരാം, ഏതൊക്കെ ഈ വരുന്ന ക്വസ്റ്റ്യന് ഈ വരുന്ന എക്സാമിന് വരാം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1ൽ നിന്ന് യൂണിറ്റ് 1 എത്തിക്കൽ ഇഷ്യൂസ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്, അതിനൊരു 80% പ്രോബബിലിറ്റി ഉണ്ട്, ചാൻസ് ഉണ്ട് അല്ലെ, ഹൈ കാറ്റഗറിയാണ്. ഓക്കെ, പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 1ൽ സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്, അതും 80 ഹൈ ആണ് അല്ലെ. ഓക്കെ, ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 വിച്ച് ഇസ് പ്രോബ്ലം ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ഇതൊക്കെ. ഇപ്പൊ ബ്ലോക്ക് 1 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ടേബിളിൽ കാണിച്ചതുപോലെ ആ ഒരു ഡയഗ്രാമിൽ കണ്ടതുപോലെ തന്നെ ബ്ലോക്ക് 1ലുള്ള എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലോക്ക് 2ലാണെങ്കിലോ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ, അത് 60 ആണ് അതിൻ്റെ ഒരു പ്രോബബിലിറ്റി വരുന്നത്. ആൻഡ് ബ്ലോക്ക് 2ല് 5th യൂണിറ്റ് വിച്ച് ഇസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, അതിന്റെ ഫീച്ചേഴ്സും ടൈപ്സ് ഒക്കെ ഉണ്ട്, അത് 80% ആണ്. അപ്പൊ ഹൈ ആണ് അതിന്റെ ഒരു പെർസെൻറ്റേജ് വരുന്നത് അല്ലെ. ദെൻ ബ്ലോക്ക് 3ലാണെങ്കിൽ 7th യൂണിറ്റ് സാമ്പിളിംഗ് ടെക്നിക്സ്, അതും 80% ആണ് അതിന്റെ ഒരു അപ്പിയറൻസ് വരെ പ്രോബബിലിറ്റി വരുന്നത്. ബ്ലോക്ക് 3ലാണെങ്കിൽ 6th യൂണിറ്റ് വിച്ച് ഇസ് പോപ്പുലേഷൻ സാമ്പിളിംഗ് കൺസെപ്റ്റ്, പോപ്പുലേഷനും സാമ്പിളിംഗ് ഒക്കെ പഠിക്കുന്ന യൂണിറ്റ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, 60 ആണ് അതിന്റെ വരുന്നത്. ബ്ലോക്ക് 4ലാണെങ്കിൽ 8th യൂണിറ്റ് വിച്ച് ഇസ് ഡാറ്റ കളക്ഷൻ ആൻഡ് മെത്തേഡ്സ്, ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ്, അത് 60 ആണ് അതിന്റെ പ്രോബബിലിറ്റി വരുന്നത്. മീഡിയം എന്നുള്ള രീതിയിലാണ് വരിക. ഇതൊക്കെ മീഡിയം ആണ് ഇനി പറയാൻ പോകുന്ന രണ്ടെണ്ണം ഒക്കെ. ബ്ലോക്ക് 4ല് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി, അത് മീഡിയം റിലവൻസ് ആണ് വരുന്നത്, 60% ആണ് അതിന്റെ ഒരു പ്രോബബിലിറ്റി വരുന്നത്. ബ്ലോക്ക് 4ല് യൂണിറ്റ് 10 റിപ്പോർട്ട് റൈറ്റിംഗ്, അത് 40% ആണ്, മീഡിയം തന്നെയാണ്. ഓക്കെ, അതിന്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്, റേഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പൊ ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സിൽ അതിൽ പറയുന്നുണ്ട് അല്ലെ, ലാസ്റ്റ് 5 പേപ്പേഴ്സിൽ 4ലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് എന്നുള്ള തിയറി, അപ്ലൈഡ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഹൈപ്പോത്തസിസ്, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്നുള്ള രീതി, ഇതും എന്താണ് ആ ഒരു ടോപ്പിക്കും ഇതുപോലെ തന്നെ കഴിഞ്ഞ 5 പേപ്പേഴ്സിൽ 4ലും വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ റിക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്തിട്ട് പോകാം. സാമ്പിളിംഗ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട്സ് ആയിട്ട് സാമ്പിളിംഗ് ടെക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ലാസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള ടേമിന്റെ എക്സാമിനേഷനിൽ. അപ്പൊ അത് ചോദിക്കൂല എന്നില്ല, എന്നാൽ അത് ചോദിക്കാം, വേറെ രീതിക്കും അത് ചോദിക്കാം. പിന്നെ സാമ്പിളിംഗ് ടെക്നിക്സിന്റെ ആ ഒരു ഡിസ്റ്റിങ്ഷൻ, ടൈപ്സ് ഒക്കെ ചോദിക്കാം. പിന്നെ ഷോർട്ട് നോട്ട്സും ഫുൾ ലെങ്ത് കോമൺ ആസ് ഷോർട്ട് നോട്ട് ആൻഡ് ആസ് എ ഫുൾ ലെങ്ത് ഡിസ്കഷൻ ആണ്. വാലിഡിറ്റി, റിലയബിലിറ്റി ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്, അതിന് ഒരു അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടൊന്നും വന്നിട്ടില്ല. കറക്റ്റ് വാലിഡിറ്റി, റിലയബിലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടേ ഉണ്ടായിട്ടുള്ളൂ.
പിന്നെ സിഗ്നിഫിക്കൻസ്, ഫോർമാറ്റ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്, ലാസ്റ്റുള്ള റൈറ്റിംഗ് റിപ്പോർട്ട് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഹൈ പ്രോബബിലിറ്റി, ഈ പ്രോബബിലിറ്റി അനുസരിച്ച് നമ്മൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നേരത്തെ പറഞ്ഞത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. 70% ഓർ ഗ്രേറ്റർ ദാൻ 70% പ്രോബബിലിറ്റി ഉള്ള ഏരിയാസ് ആണ് എത്തിക്കൽ ഇഷ്യൂസ്, സ്റ്റെപ്സ് ഇൻ റിസർച്ച്, ഹൈപ്പോത്തസിസ് പ്രോബ്ലം, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, സാമ്പിളിംഗ് ടെക്നിക്സ്. ഇതൊക്കെ അതൊക്കെ ഫുൾ ലെങ്ത് ആൻസേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെയാ പഠിക്കേണ്ടത്? ഒന്നുകിൽ അത് മെമ്മറൈസ് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുക, അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് ഏതാണോ ഏറ്റവും ഓക്കെ ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ നമ്മൾ പഠിക്കുക. എഴുതി പഠിക്കുന്നത് ചിലർക്ക് എഴുതിയിട്ട് പോയിന്റ്സ് എഴുതി വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ആ രീതിക്ക് പഠിക്കാം. ഓക്കെ. ദെൻ മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ, അതിന്റെ പോപ്പുലേഷൻ, ഡാറ്റ കളക്ഷൻ, പിന്നെ വാലിഡിറ്റി, റിലയബിലിറ്റി, റിപ്പോർട്ട് റൈറ്റിംഗ്, ഇങ്ങനെ ലാസ്റ്റ് ബ്ലോക്കിൽ വരുന്നതാണ് റിപ്പോർട്ട് റൈറ്റിംഗ്. ഒക്കെ അതിന്റെ ഫ്ലാഷ് കാർഡ്സ്, അതുപോലെ കമ്പാരിസൺ ടേബിൾസ്. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ താഴെ എഴുതി വെക്കുക. എന്നിട്ട് അത് 150 വേർഡ്സിന്റെ ഷോർട്ട് നോട്ട്സ് ആയിട്ടൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. എഴുതിയിട്ട് തന്നെ നമ്മൾ എക്സാം പ്രാക്ടീസ് ചെയ്യണം. ലോ പ്രയോറിറ്റിയിൽ വരുന്നത് എന്തൊക്കെയാ? മൈനർ ടോപ്പിക്സ്, ഇതൊക്കെയാ നീഷെ, ടെസ്റ്റ് കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ സമ്മറി നോട്ട്സ് പോലെ പ്രാക്ടീസ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. നോക്കിയിട്ട് കീ നോട്ട്സ് എന്നുള്ള രീതിയിൽ ഹെഡിങ്സ് മാത്രം എഴുതി പോവുക, അങ്ങനെയൊക്കെ ചെയ്യാം. അതിൽ മെയിൻ ആയിട്ടും ഗ്രീൻ കണ്ട് ഈ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പില് ഗ്രീൻ എന്ന് പറയുന്നത് 70% ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ തന്നെയാണ്. എത്തിക്സ്, സ്റ്റെപ്സ്, റിസർച്ചിന്റെ പ്രോബ്ലംസ്, ഹൈപ്പോത്തസിസ്, ഇതൊക്കെ കൂടുതലായിട്ടല്ലേ 70% ഓർ ഗ്രേറ്റർ ദാൻ 70% പ്രോബബിലിറ്റി ഉള്ളതാണ്. പിന്നെ മഞ്ഞാണെങ്കിൽ, യെല്ലോ ആണെങ്കിൽ മീഡിയം ആണ്. ഓക്കെ. റെഡിൻ്റെത് ഇവിടെ കാണുന്നില്ല, റെഡ് ലെസ് ദാൻ 40% ആണ്. നമ്മൾ ഈ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണ്. അപ്പൊ ഈ രീതിക്കാണ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വരാം. ഈ ക്വസ്റ്റ്യൻ തന്നെ ആവണമെന്നില്ല, എന്നാലും നമ്മളൊരു പ്രഡിക്ഷൻ നടത്തുകയാണ്. ഇതുവരെയും വന്ന ഒരു പാറ്റേണും ഇതുവരെയും വന്ന ടോപ്പിക്സിനെയും ബേസ് ചെയ്തിട്ട് നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്തിട്ട് അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരിക? മാക്സിമം മാർക്സ് 50 ആണ്, 2 hours ആണ് വരുന്നത്. അതിൽ കണ്ടോ, അറ്റംപ്റ്റ് എനി 5 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 300 വേർഡ്സ്. ഫസ്റ്റത്തെ സെക്ഷനിൽ 300 വേർഡ്സിന് എനി 5 ആണ് പറയുന്നത് അല്ലേ. ഓക്കെ. ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ് ആണ്. സോ സെക്ഷൻ എയിൽ ക്രിട്ടിക്കലി എക്സാമിൻ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്രിട്ടിക്കലി എക്സാമിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്കൽ കൺസിഡറേഷൻ ഇൻ ഡിസൈനിങ് സൈക്കോളജിക്കൽ റിസർച്ച് യൂസിങ് ആൻ ഒറിജിനൽ കേസ് വെർ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് കൺസെന്റ് മൈറ്റ് കോൺഫ്ലിക്ട്. അപ്പൊ നമ്മൾ അവിടെ എന്തൊക്കെ മെൻഷൻ ചെയ്യണം? കോൺഫിഡൻഷ്യാലിറ്റി എന്താണ്, കൺസെന്റ് എന്താണ്, ഒരു ഇൻഫോംഡ് കൺസെന്റ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മളവിടെ എന്തായാലും മെൻഷൻ ചെയ്തിരിക്കണം. നമ്മളൊരു എത്തിക്കൽ കൺസിഡറേഷൻ ഒരു യൂസിങ് ഒറിജിനൽ കേസ് ആണ്, നമുക്ക് അങ്ങനെ ഒരു ഒറിജിനൽ കേസ് ഉണ്ടാക്കാം. ഓക്കെ. എന്നിട്ട് നമുക്ക് അതിന്റെ ഒരു എത്തിക്കൽ കൺസിഡറേഷൻ ഒരു കേസാണ്, അതിൽ ഇന്നതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന രീതിക്ക് ആ ഒരു റിസർച്ച് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് വേണേൽ നമുക്ക് അത് എന്ത് റിസർച്ച് ആണെന്നൊക്കെ പറയാം. 300 വേർഡ്സിന്റെ അല്ലേ, നമുക്ക് കുറെ എഴുതണ്ടേ. അപ്പൊ ഇന്ന റിസർച്ച് ആണ് ഞാൻ ചെയ്തത്, ഇന്ന് കേസ് സ്റ്റഡി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ആണെങ്കിൽ ഇങ്ങനെ, എന്നിട്ട് അതിൽ ഇങ്ങനെയൊക്കെയുള്ള എത്തിക്കൽ കൺസിഡറേഷൻ ആയിരുന്നു വേണ്ടത്, അതൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കാം. ഓക്കെ. എത്തിക്കൽ ഇഷ്യൂസ് ഇൻ റിസർച്ച് ആ ബ്ലോക്ക് 1 യൂണിറ്റ് 1 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം ഇങ്ങനെ ഒരു ആൻസർ ചെയ്യുക. രണ്ടാമത് വരുന്നത് ഡിസ്ക്രൈബ് ദ സീക്വൻഷ്യൽ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് പ്രോസസ് given a scenario of studying online learning habits among adolescents. അപ്പൊ അവരൊരു സെനറിയോ തന്നിട്ടുണ്ട് അല്ലെ. സോ ഈ സ്റ്റെപ്പ് വിത്ത് കോൺക്രീറ്റ് എക്സാമ്പിൾസും കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ആ സ്റ്റെപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒരു സൈക്കോളജിക്കൽ റിസർച്ചിന്റെ. അപ്പൊ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, എലാബറേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അണ്ടർ ദ ഗിവൺ സെനറിയോ വിച്ച് ഇസ് സ്റ്റഡിങ് ഓൺലൈൻ ലേണിംഗ് ഹാബിറ്റ്സ് അമംഗ് അഡോളസൻസ് എന്നുള്ള രീതിയിൽ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റെപ്പുകൾ ചെയ്യാം. അപ്പൊ ആ ഒരു കാര്യങ്ങൾ, സാമ്പിള്, അതുപോലെ തന്നെ അതിന്റെ വരുന്ന പ്രോബ്ലം, ഹൈപ്പോത്തസിസ് ഒക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടും. ആ രീതിയിൽ വേണം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ആൻസർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് യൂസ്ഡ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്.
ഹൈപ്പോത്തസിസ് ആണ് അല്ലെ. ഒരു ടേബിൾ കൊടുക്കാൻ പറയുന്നുണ്ട് അല്ലെ. യൂസ് എ ടേബിൾ ടു കമ്പയർ നൾ, ആൾട്ടർനേറ്റീവ്, ഡയറക്ഷണൽ ആൻഡ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്. അപ്പൊ പല രീതിക്കുള്ള ഒരു ടേബിൾ ആണ് അവർ കൊടുക്കാൻ പറയുന്നത്. എന്നിട്ട് അതിന്റെ അണ്ടറിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക. ഒറിജിനൽ എക്സാമ്പിൾസ് വെച്ചിട്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്ക് എക്സാമ്പിൾസ് ഉണ്ടാവും, ഇല്ല നമ്മളുടെ ലൈവ് സെഷനിലൊക്കെ കണ്ടാൽ മതി, റെക്കോർഡിങ്സ് അതിലൊക്കെ നമ്മൾ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. സോ ആ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് എഴുതാം. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണത്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. അപ്പൊ 150 വേർഡ്സ് ആണ് അല്ലെ, 150 വേർഡ്സ്. അപ്പൊ ഓരോന്നും നോക്കിയേ. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഗ്രൗണ്ടഡ് തിയറി ആൻഡ് എത്നോഗ്രഫി, അതൊക്കെ ക്വാളിറ്റേറ്റീവിൽ വരുന്നതാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലെ. ആസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് വിത്ത് റെഫറൻസ് ടു എ സ്റ്റഡി ഓഫ് വർക്ക് പ്ലേസ് സ്ട്രെസ്. അപ്പൊ ഇവിടെ റെഫറൻസ് ഒരു സ്റ്റഡി തന്നിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ അണ്ടറിലാണ് നമ്മൾ ഈ എത്നോഗ്രഫിയും ഗ്രൗണ്ടഡ് തിയറിയൊക്കെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യേണ്ടത്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ലൈവ് സെഷൻസിലാണെങ്കിലും നമ്മളെ ക്ലാസ്സസിലാണെങ്കിലും ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എന്താണ് എത്നോഗ്രാഫി, എന്താണ് ഗ്രൗണ്ടഡ് തിയറി, അതിന്റെയൊക്കെ എക്സാമ്പിൾസും പറയുന്നുണ്ട്. സോ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് അതേപോലെ എടുക്കാം, ഏകദേശം ഒരുപോലത്തെ എക്സാമ്പിൾസ് ആണ് ഈ ഒരു ക്വാളിറ്റേറ്റീവിൽ എടുക്കുന്നുണ്ടാവുക. പിന്നെ ബി എന്ന് പറയുന്നത് എന്താ, ഡിഡക്റ്റീവ് വേഴ്സസ് ഇൻഡക്റ്റീവ് റീസണിങ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. അതിന്റെ ആപ്ലിക്കേഷൻ ഒറിജിനൽ റിസർച്ചിനെ അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ആദ്യം എന്താണ് റിസർച്ചിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ് എന്താണ്, ലോജിക്കൽ റീസണിങ് ഒക്കെ പറഞ്ഞിട്ട് ഡിഡക്റ്റീവ് റീസണിങ്, ഇൻഡക്റ്റീവ് റീസണിങ് എന്തൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾസ്, അതിന്റെ ഒരു ഡിഫറൻസ് ഇങ്ങനെ പറയാം. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. സെക്ഷൻ ബിയിൽ വരുമ്പോൾ എന്താ, എക്സ്പ്ലെയിൻ പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് അല്ലെ. എന്നിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കൺസ്ട്രക്ട് എ കമ്പാരറ്റീവ് ടേബിൾ ആൻഡ് ഡിസ്കസ് വിത്ത് ടെക്നിക് ഇസ് മോർ അപ്രോപ്രിയേറ്റ് ഫോർ സ്റ്റഡിങ് ദ ഡിസ്കസ് വിച്ച് ടെക്നിക് ഇസ് മോർ അപ്രോപ്രിയേറ്റ് ഫോർ സ്റ്റഡിങ് ദ പ്രിവലൻസ് ഓഫ് ആങ്സൈറ്റി എമംഗ് കോളേജ് സ്റ്റുഡൻസ് ഇൻ റൂറൽ ഇന്ത്യ. അപ്പൊ അവരൊരു സെനറിയോ തന്നിട്ട് ആ ഒരു ഇന്ത്യയിലുള്ള ഒരു റൂറൽ കൾച്ചറിൽ വരുന്ന ഒരു ആങ്സൈറ്റി, കോളേജ് സ്റ്റുഡൻസിന്റെ ആങ്സൈറ്റി പ്രിവലൻസ് റേറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിന് ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത്, ഏത് സാമ്പിളിംഗ് ടെക്നിക്കാണ്, അപ്പൊ എവിടെയാണ്, ഏതാണ് സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഏത് ടെക്നിക്കാണ്, നോൺ പ്രോബബിലിറ്റി ആണോ പ്രോബബിലിറ്റി ആണോ, ഇനി നോൺ പ്രോബബിലിറ്റി ആണെങ്കിൽ തന്നെ അതിന്റെ ഉള്ളിലുള്ള ഏത് ടെക്നിക്കാണ് എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സാമ്പിളിംഗ് ടെക്നിക്സ് യൂണിറ്റ് 7 വിച്ച് ഇസ് ബ്ലോക്ക് 3. അത് നമുക്കിപ്പോ തന്നെ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ അവിടെ പോവുക, പഠിച്ചതാണെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്യുക, അപ്പൊ നമുക്ക് കിട്ടും. സിക്സ്ത് ക്വസ്റ്റ്യൻ, with reference to the table below, analyze and interpret which data collection method, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറേയധികം ഡാറ്റ കളക്ഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സർവേ, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ, would be the most suitable for the given research objectives. അപ്പൊ justify your choice for each. അപ്പൊ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ റീസൺ പറയണം, എന്തുകൊണ്ടാണ് നമ്മളത് സ്യൂട്ടബിൾ ആണ് എന്നുള്ളത് പറഞ്ഞത്. അപ്പോ ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ടേബിളിൽ നോക്കിയേ, അണ്ടർസ്റ്റാൻഡിങ് സ്റ്റഡി ഹാബിറ്റ്സ് ടിക്കും കൊടുത്തിട്ടുണ്ട് അവിടെ. അഗ്രസീവ് നോൺ വെർബൽ ക്ലാസ് റൂം ബിഹേവിയർ, അത് ഇന്റർവ്യൂ ആണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നുണ്ട്. മെഷറിംഗ് പ്രിവാലൻസ് ഓഫ് ഡിപ്രഷൻ, സർവേ, ഇന്റർവ്യൂ. എക്സ്പ്ലോറിംഗ് റീസൺസ് ഫോർ ഡ്രോപ്പ് ഔട്ട്സ്, കുട്ടികൾ എന്തുകൊണ്ടാണ് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത് സ്കൂളുകളിൽ നിന്നും, അതിന്റെ റീസൺസ് നോക്കുകയാണെങ്കിൽ ഒബ്സർവേഷൻ ആണോ ഇന്റർവ്യൂ ആണോ, ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്, ആൻഡ് എന്തുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്തത് എന്നുള്ളതും കൂടി ജസ്റ്റിഫിക്കേഷൻ കൂടി കൊടുക്കണം. ബ്ലോക്ക് 4 യൂണിറ്റ് 8 ഡാറ്റ കളക്ഷൻ മെത്തേഡിൽ അത് നമ്മൾ ഓരോ ഡാറ്റ കളക്ഷൻ മെത്തേഡിനും എക്സാമ്പിൾസ് പഠിക്കുന്നുണ്ട്. സെഷന് നമ്മൾ
അറ്റൻഡ് ചെയ്താണ് നമ്മൾ ക്ലാസ് കണ്ടതാണെങ്കിൽ മനസ്സിലാവും അല്ലേ? നമ്മൾ ഓരോന്നിനും എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു എക്സാമ്പിൾസ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. സെവൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഇൻ സൈക്കോളജിക്കൽ മെഷർമെന്റ് അല്ലെ, വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. അതിന് ഒറിജിനൽ എക്സാമ്പിൾസ് എന്തിനാ? ഷോയിങ് ഹൗ എ സൈക്കോളജിക്കൽ സ്കെയിൽ ക്യാൻ ബി ഹൈ ഇൻ റിലയബിൾ ബട്ട് ലോ ഇൻ വാലിഡിറ്റി. അങ്ങനെ ചോദിക്കണ്ട അല്ലെ, ലോ ഇൻ വാലിഡിറ്റിയും ഹൈ ഇൻ റിലയബിളും ആവുന്നത് അതെങ്ങനെയാണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ആദ്യം എന്ത് എഴുതണം നമ്മൾ? വാലിഡിറ്റി, റിലയബിലിറ്റി എന്താണ്, എങ്ങനെയാണ് വാലിഡിറ്റി ലോ ആവുന്നത് എന്നും കൂടി എഴുതണം. അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ. സോ ക്വസ്റ്റ്യൻ ഫുൾ വായിക്കുക എന്ന് പറയുന്നത് ഫാക്ടറാണ്. ഓക്കെ. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സ്. അപ്പൊ ഓരോന്നിനും 150 ആണ്. എ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എ റിസർച്ച് റിപ്പോർട്ട് ഇൻ അപ്ലൈഡ് സൈക്കോളജി ഇൻക്ലൂഡിംഗ് എ ചെക്ക് ലിസ്റ്റ് ഫോർ ഇഫക്റ്റീവ് റിപ്പോർട്ടിംഗ്. അത് 150 വേർഡ്സ്. അപ്പൊ കുറച്ച് എഴുതേണ്ട ആവശ്യമുള്ളൂ. ടൈപ്സ് ആൻഡ് സോഴ്സസ് ഓഫ് എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് സപ്പോർട്ടഡ് ബൈ ഹൈപ്പോത്തറ്റിക്കൽ ഡാറ്റ എക്സാമ്പിൾസ് വെച്ചിട്ട് ആ ഒരു എറർ എന്താണെന്നുള്ളത് പറയാം. അതും 150 ആണ്. അത് കുറച്ചേ ഉള്ളൂ. ഇത്രയുമാണ് നമ്മളുടെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ, പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡോക്യുമെന്റ് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണല്ലേ. അപ്പൊ അതെടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിന്റെ അണ്ടറിലുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് അറിയാമെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസിന് തന്നെ ഒരു ആൻസർ, ഒരു എക്സാം പോലെ നമ്മൾ എഴുതുക. എത്ര മാത്രം നമുക്ക് എഴുതാൻ പറ്റുന്നോ അത്രയും എഴുതുക. ഓക്കെ. എന്നിട്ട് അതിന് നമുക്ക് പഠിക്കാനും പറ്റും. ആ എഴുതിയതിന് നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ നമുക്കിപ്പോൾ അഥവാ എന്തെങ്കിലും പോയിന്റ്സ് മിസ്സാവുന്നുണ്ടെങ്കിൽ ആ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പിടികിട്ടും. കാരണം നമ്മളത് യൂസ് ചെയ്ത് നമ്മളത് ഓർമ്മിച്ച് എഴുതിയ കാര്യമാണ്. അപ്പൊ ആ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇതിലുള്ള നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുക. മാക്സിമം പോർഷൻസ് കവർ ചെയ്യുക. ബ്ലോക്ക് 1, ബ്ലോക്ക് 2 വെരി ഇമ്പോർട്ടൻറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ. സോ താങ്ക് യു എവ്രിവൺ, ഓൾ ദി ബെസ്റ്റ്.